നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. കൃഷിയിൽ വലിയ പങ്ക് വഹിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് മന്ത്രി PJ ജോസഫ്. വാടകയ്ക്ക് വീട് നൽകിയവർ അനാവശ്യ പരാതികളുമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് മങ്കൊമ്പിലെ വീട്ടമ്മ. കുട്ടനാട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിവിധ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കടത്തുകടവും വഞ്ചിയും ഓർമ്മകളാകും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൃഷിയിൽ വനിതകൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. കാനറ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി വിവിധ പഞ്ചായത്തുകളിൽ രൂപീകൃതമായ ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വനിതകളുടെ പങ്ക് കൃഷിയിൽ വലിയ പങ്കാണ്. ഡോക്ടർ സ്വാമിനാഥൻ ഈ വിമൺ ഇൻ അഗ്രികൾച്ചർ എന്നൊരു വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോൾ 50% വനിതകളുടെ പങ്കാണ്. അപ്പൊ അവർക്കും പ്രത്യേകമായ സഹായങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. കുട്ടനാട് പാക്കേജിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്കറിയാം. കുറെ കാലവിളംബം ഉണ്ടായി. കുട്ടനാട് പ്രദേശത്തിന് വേണ്ടി പ്രത്യേകമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. നമുക്ക് 340 വർക്കുകൾ ടെൻഡർ വിളിച്ചിട്ട് ആ വർക്കുകൾ ഏറ്റെടുക്കാൻ കോൺട്രാക്ടേഴ്സ് മുന്നോട്ട് വരുന്നില്ല. അതൊരു പ്രതിസന്ധിയാണ്. 30 വർക്കുകൾക്ക് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു മാറ്റം അങ്ങനെ വരുത്താൻ കഴിയുമെന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം. AC കനാലിന്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. AC കനാൽ തീരുമ്പോൾ റോഡ് നെറ്റ്വർക്കിനെ പ്രതികൂലമായി ബാധിക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കും. ഇവിടെയുള്ള പാലങ്ങൾ എല്ലാം പുതുക്കി പണിയുക എന്നുള്ള പാലങ്ങൾ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല. കുട്ടനാട് പാക്കേജിന്റെ നടത്തിപ്പിൽ കാലതാമസമുണ്ടായെന്നും കരാറുകൾ ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാർ മുൻപോട്ട് വരാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണമെന്നും AC കനാൽ നവീകരണം റോഡ് ശൃംഖലകളെ ബാധിക്കില്ലെന്നും പാലങ്ങൾ പൊളിച്ചു മാറ്റുകയല്ല, പകരം പുതുക്കി പണിക മാത്രമാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ പ്രസിഡന്റും മുൻ MLAയുമായ ഡോക്ടർ KC ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SLBC കൺവീനർ KR ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കാനറ ബാങ്ക് AEO മുഹമ്മദ് അൻസീം, നബാർഡ് AGM രഘുനാഥൻ പിള്ള, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജോർജ് മാത്യു പഞ്ഞിമരം, ജോപ്പൻ ജോയി, ഷിറാജ് R ചന്ദ്ര, ഫ്രാൻസിസ് ദേവസ്യ, കാനറ എടത്വ ബ്രാഞ്ച് മാനേജർ ജോസഫ് ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. വാടകയ്ക്ക് വീട് വാങ്ങിയവർ അനാവശ്യ പരാതികൾ നൽകി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന വീട്ടമ്മയുടെ ആരോപണം. മങ്കൊമ്പ് തെക്കേക്കരയിൽ വിമുക്ത ഭടന്റെ ഭാര്യ KS ജോമോളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഭർത്താവ് ഗിരീഷിന്റെ വീട് മങ്കൊമ്പ് അമിച്ചകരി ചിറ്റാടിത്തറ വീട്ടിൽ ജസ്റ്റിന്റെ ഭാര്യ അനിലയ്ക്ക് 2012 സെപ്റ്റംബറിൽ വാടകയ്ക്ക് നൽകിയിരുന്നു. ആദ്യത്തെ 1.5 മാസത്തെ വാടക മാത്രമാണ് നൽകിയത്. പിന്നീട് വാടക ചോദിച്ചപ്പോൾ അസഭ്യം പറഞ്ഞതായും KS ജോമോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ പണികരിപ്പിച്ച ഞങ്ങളുടെ ഒരു സ്വന്തം വീട് മങ്കൊമ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ വീട് ജസ്റ്റിന്റെ ഭാര്യ അനില അമിച്ചകരി ചിറ്റാടിത്തറ വീട്ടിൽ മങ്കൊമ്പ് എന്ന അഡ്രസ്സിലുള്ള ഒരു സ്ത്രീക്ക് വാടകയ്ക്ക് കൊടുത്തു. ഏകദേശം 1.5 മാസം ഞങ്ങൾക്ക് വാടക കിട്ടി. അതിനുശേഷം ഇവർ വാടക തരത്തില്ല. വാടക ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ ഒരു അവധി നമ്മളെ പറഞ്ഞ് തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് വാടകയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ഇവർ വാടക തരാതെ നമ്മളെ ഓരോ ഒഴിവുകൾ തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഒരു ദിവസം വാടക തരാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു വന്ന് വാടക തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാടക മേടിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ ജസ്റ്റിൻ എന്ന് പറയുന്ന ആൾ എന്നെ ഒത്തിരി അസഭ്യം പറയുകയും ഒത്തിരി ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം ഞങ്ങൾ പുളിങ്കുന്ന് സ്റ്റേഷനിൽ പരാതി നൽകുകയുണ്ടായി. വീടിന് കേടുപാടുകൾ വരുത്തുകയും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പല സാധനങ്ങളും ജസ്റ്റിനും ഭാര്യയും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. വീട് ഒഴിഞ്ഞതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകി ബുദ്ധിമുട്ടിക്കുകയാണെന്നും മൊഴി നൽകാനും കേസിന്റെ ഭാഗമായും പല ഓഫീസുകളും കയറിയിറങ്ങേണ്ട അവസ്ഥയുമാണെന്നും ജോമോൾ പറഞ്ഞു.
വാർത്താസമ്മേളനത്തിൽ MP പ്രശാന്ത്, AJ അജിത, ബീന പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട്ടിലെ കടത്തുവഞ്ചികൾ അന്യമായി തുടങ്ങുന്നു. ആറുകൾക്ക് കുറുകെ പാലങ്ങൾ വരുന്നതോടെ കടത്തുവള്ളങ്ങൾ ഇന്നലകളിലേക്ക് പോയി മറഞ്ഞു. ചമ്പക്കുളം ഗ്രാമത്തിന്റെ പകലുകൾക്ക് അനക്കം വെക്കുന്നതും ഗ്രാമം ഉറക്കത്തിലേക്ക് ഊളിയിട്ട് പോകുന്നതും ഈ കടത്തുകാരന്റെ മൂളിപ്പാട്ട് കേട്ടാണ്. ചമ്പക്കുളം ഗ്രാമത്തിന്റെ പകലുകൾക്ക് അനക്കം വെച്ചു തുടങ്ങുന്നതും രാത്രിയുടെ നിശബ്ദതയിലേക്ക് ഗ്രാമം ഒഴുകി നീങ്ങുന്നതും ഈ കടത്തുവഞ്ചിക്കാരന്റെ മൂളിപ്പാട്ട് കേട്ടാണ്. ഒപ്പം ഇതിനൊക്കെ സാക്ഷിയായി ഈ വാഗമരവും. ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ വഞ്ചിക്കാരന്റെ വിശ്രമക്കൂടാണ് ഈ വാഗമരം. എന്തൊക്കെയോ മനോവ്യാപാരങ്ങളും പേറി അക്കരെ പിടിക്കുവാൻ തിരക്ക് കൂട്ടുന്നവർ മറന്നുവെക്കുന്നതെല്ലാം തിരിച്ചേൽപ്പിക്കുവാൻ സൂക്ഷിക്കുന്നത് ഈ മരത്തിന്റെ ചില്ലകളിലും പൊത്തുകളിലുമാണ്. ഭൂതകാലത്തിന്റെ മറവികൾ ഈ മരപ്പൊത്തുകളിൽ സുരക്ഷിതമാണ്. ഒരു ഉച്ചമയക്കത്തിന്റെ ആലസ്യത്തിന് ഒന്ന് ചാരിയിരിക്കാൻ കൂട്ടാകുന്നതും ഈ മരം തന്നെ. ഗ്രാമവിശുദ്ധിയുടെ ഹൃദയബന്ധങ്ങളുടെ വേരുകൾ എവിടെയോ നിലച്ചു പോകുമ്പോഴും നന്മയുടെ തരിവെളിച്ചങ്ങൾ പമ്പയുടെ ഓളങ്ങളിൽ ഇന്നുമുണ്ട്. ഈ പാലം പൂർത്തിയാകുന്നതോടെ ഇനി എന്ത് ചെയ്യും ചേട്ടൻ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വേറെ പണിയൊന്നുമില്ല. വല്ല കൂലിപ്പണിക്കൊക്കെ പോകണം. വല്ലയിടത്ത് കൂലിപ്പണിയൊക്കെ കുറവായിപ്പം. പിന്നെ നമ്മൾ ഇതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ കടത്തിറങ്ങുന്നുണ്ട്? ഇവിടെ 10-25 കൊല്ലത്തോളം അടുത്തായി. അപ്പറേ ഇപ്പറേ ആയിട്ട് മാറി മാറി പണിയായി. 15 പൈസ ഉള്ളപ്പം തുടങ്ങിയതാണ്. അപ്പം ഇത് തീർന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ ഓണയാണെങ്കിലും ലേലം തന്നെ ഭയങ്കര തുകയാണ്. ഇപ്പം പാലം ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ആളുകൾ കയറി ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ അതനുസരിച്ചുള്ള പൈസ കുറവാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന പൈസയ്ക്കൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്ത് പോവുക. കൂലിപ്പണിക്ക് പോകാതെ കിട്ടുന്നതുകൊണ്ട് കഴിഞ്ഞു പോവുക. ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം വരുന്നതോടെ ഈ കടവിലും വഞ്ചിക്കാരനായുള്ള കൂക്കുവിളികൾ അവസാനിക്കും. നാട്ടുവാർത്തകളും വർത്തമാനങ്ങളുടെ പൊട്ടിച്ചിരികളും ചില്ലറ തുട്ടുകളുടെ കലപിലയും പഞ്ചായത്ത് ഇലക്ഷന്റെ വീറും വാശിയുമുള്ള രാഷ്ട്രീയ ചർച്ചകളും കടത്തിനായി ദൈന്യതയോടെ കാത്തിരിക്കുന്ന രോഗിയുടെ മുഖവും ഇന്നലകളിലെ ഓർമ്മകളിലേക്ക് ഓടിയൊളിക്കും. ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം വരുന്നതോടുകൂടി നാട്ടുവർത്തമാനങ്ങളുടെ കൂട്ടച്ചിരികളും നാണയത്തുട്ടുകളുടെ കലപിലയും ഇവിടെ അവസാനിക്കുകയാണ്. KCU വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. യുവജനങ്ങൾക്കുള്ള സംരംഭകത്വ വികസന പദ്ധതിയിൽപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പ് ശാസ്ത്രീയമായ നായ പരിപാലനത്തിന് പരിശീലനം നൽകുന്നു. നായ്ക്കളുടെ ശാസ്ത്രീയ പരിപാലനം, പ്രജനനം, പരിശീലനം തുടങ്ങിയ മേഖലകളിൽ 7 ദിവസത്തെ സൌജന്യ പരിശീലനമാണ് നൽകുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജയിച്ചവർക്കും നായ്ക്കളെ പരിപാലിക്കുന്നവർക്കും മുൻഗണന. താൽപര്യമുള്ളവർ ജനുവരി 20-നകം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരം വെറ്റിനറി ഓഫീസിൽ ലഭിക്കും. റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ജനുവരി 16-ന് 4-ന് പത്തനംതിട്ട കളക്ടറുടെ ചേംബറിൽ യോഗം ചേരും. യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആദ്യം ഭയന്നു, പിന്നെ സന്തോഷത്തോടെ ഗിഫ്റ്റ് വാങ്ങി യാത്രയായി. ഒപ്പം ഒരുപിടി റോഡ് സുരക്ഷാ സന്ദേശവും. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടനാട് മോട്ടോർ വാഹന വകുപ്പും സ്റ്റുഡന്റ്സ് കേഡറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബുധനാഴ്ച കുട്ടനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ റോഡ് സുരക്ഷാ സന്ദേശം നൽകി. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹെൽമറ്റ് ശീലമാക്കുക, മൊബൈൽ ഫോൺ ഒഴിവാക്കുക, ഒരൽപ്പം അശ്രദ്ധ ഒരായുസിന്റെ കണ്ണുനീർ, ശ്രദ്ധയോടെ ഓടിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ബോധവൽക്കരണത്തിന്റെ ലക്ഷ്യം. ജനുവരി 11 മുതൽ 17 തീയതി വരെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും റോഡ് സുരക്ഷാ വാരമായിട്ട് ആചരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കുട്ടനാട് സബ് ആർടി ഓഫീസിന്റെ കീഴിലുള്ള ഏരിയകളിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പലതരം റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് സ്റ്റുഡൻസ് കേഡറ്റുമായിട്ട് ചേർന്ന് ഒരു ചെക്കിംഗ് പ്രോഗ്രാമാണ്, അവയർനെസ് പ്രോഗ്രാമാണ് നമ്മളിന്ന് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 200-ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ 2 പേര് ഹെൽമെറ്റ് ഇല്ലാതെ, 2 വീലേഴ്സ് 2 പേര് ഹെൽമെറ്റ് ഇല്ലാതെ, അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാതെ 1-2 പേര് മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വളരെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉളവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെയും ഞങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. കൂടാതെ മതിയായ രേഖകൾ കൈവശമില്ലാത്ത ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പും രേഖകൾ കൈവശമുള്ളവർക്ക് ഗിഫ്റ്റും നൽകിയാണ് യാത്രയാക്കുന്നത്. കുട്ടനാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ CT, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോസ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ 15ഓളം വരുന്ന സ്റ്റുഡന്റ് കേഡറ്റ്സും ഡ്രൈവിംഗ് സ്കൂൾ സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടുന്ന സംഘമാണ് ബോധവൽക്കരണ സന്ദേശം നൽകുന്നത്.
റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കാർത്തികപ്പള്ളിയിൽ കുട്ടി പോലീസിന്റെ ബോധവൽക്കരണോദ്യമം. മഹാദേവികാട് SNDP ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുമായി നിരത്തിലെത്തിയത്. വാഹനമോടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് കുട്ടി പോലീസ് ഡ്രൈവർമാരെ ഓർമ്മിപ്പിക്കുകയും ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഇരുചക്രവാഹനക്കാരോട് വിശദീകരിക്കുകയും ചെയ്തു. ലഘുലേഖകളും വിതരണം ചെയ്തു. CPM-ന്റെ വിലക്കയറ്റ വിരുദ്ധ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. കുത്തനെ കൂട്ടിയ പാചകവില പിൻവലിക്കുക, പാചകവാതക സബ്സിഡിക്ക് ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യണമെന്ന നിബന്ധന എടുത്തുകളയുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 1400 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് സമരം നടക്കുന്നത്. എടത്വ സ്റ്റാൻഡിൽ നടക്കുന്ന സമരത്തിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദുവാണ്. പാചകവാതകം ലഭിക്കണമെങ്കിൽ ആധാർ ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യണം എന്ന നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പാർട്ടി CPM-ന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് സമരം എന്തുകൊണ്ടും അനിവാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും കേരളത്തിലെ ഭരണക്കാരുടെ തെറ്റായ നയങ്ങളുടെയൊക്കെ സമീപനത്തിനെതിരായിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സമരം വിജയം കൈവരിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഏരിയ കമ്മിറ്റി അംഗം ജോസ് പ്രകാശാണ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. തലവടി നീരേറ്റുപുറം ജംഗ്ഷനിൽ നടക്കുന്ന നിരാഹാര സമരത്തിൽ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ലാലി അലക്സാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തന നിവാരണ നിയമ ഉപദേശക ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് V. രാംകുമാർ ജനുവരി 17 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിയമം സംബന്ധിച്ച ഫീഡ്ബാക്ക് സെഷൻ നടത്തും. ബോർഡ് അംഗങ്ങളായ റിട്ടയർഡ് ജില്ലാ ജഡ്ജി പോൾ സൈമൺ, തോമസ് മാത്യു, സെക്രട്ടറി ജോസഫ് രാജൻ എന്നിവർ പങ്കെടുക്കും. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകും. ജില്ലാ ആസ്ഥാനത്തെയും വിവിധ ബ്ലോക്കുകളിലെയും ഏജന്റുമാർക്കാണ് പരിശീലനം. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി 17 കോന്നി ബ്ലോക്കിൽ ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് നിർവഹിക്കും. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളിലായാണ് 13 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. 3 ബാഗുകളിൽ നിന്നും നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. റെയിൽവേ സംരക്ഷണ സേനയുടെ പെട്രോളിംഗിനിടെ വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെ റെയിൽവേ സ്റ്റേഷനിലെ 2ഉം 3ഉം പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ ബെഞ്ചിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ബാഗുകൾ. ബാഗിൽ നിന്നും കണ്ടെത്തിയ 13 കിലോയോളം കഞ്ചാവിനും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്കും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരും. RPF ഉദ്യോഗസ്ഥർ കഞ്ചാവും പുകയില ഉൽപ്പന്നങ്ങളും എക്സൈസിന് കൈമാറി. CI സാബു ജേക്കബ്, ASI മാത്യു സ്റ്റീഫൻ, തോമസ് രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടി പെട്രോളിംഗ് നടത്തി വരവെ 2ഉം 3ഉം പ്ലാറ്റ്ഫോം ചേർന്ന പ്ലാറ്റ്ഫോമിൻ്റെ വടക്കേ അറ്റത്ത് ബെഞ്ചിൻ്റെ അടിയിൽ ആദ്യം 2 ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു. അത് തുറന്നു നോക്കിയപ്പോൾ ഉദ്ദേശം 13 കിലോ തൂക്കം വരുന്ന ഡ്രൈ ഗഞ്ച ആണെന്ന് ബോധ്യപ്പെട്ട് അത് സീസ് ചെയ്യും. അതിനുശേഷം വീണ്ടും നിരീക്ഷണം നടത്തി വരവെ അവിടുന്ന് കുറച്ച് ദൂരം മാറി വേറൊരു ബെഞ്ചിൻ്റെ അടിയിൽ കേരളത്തിൽ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നമായ പുകയില പാക്കറ്റുകൾ, ചെറിയ പാക്കറ്റുകൾ 3 ബാഗ് കണ്ടെടുത്തു. അത് ഉദ്ദേശം 90 കിലോ തൂക്കം വരും. പുളിങ്കുന്ന് JCIയുടെയും പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജനുവരി 18 തീയതി ശനിയാഴ്ച പുളിങ്കുന്ന് പുഷ്പഗിരി സബ് സെന്ററിൽ വെച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഡിസംബർ 7 നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ചികിത്സാ ധനസഹായം ലഭിക്കുന്നതിനായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിച്ചതും തുക അനുവദിച്ചതുമായ കുട്ടനാട്ടിലെ 97 അപേക്ഷകൾ 6 മാസത്തിനിടയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും പകൽ 5 മുൻപ് അതാത് വില്ലേജ് ഓഫീസുകളിൽ ഹാജരാക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. ചമ്പക്കുളം ഫാദർ തോമസ് പോരുക്കര സെൻട്രൽ സ്കൂളിൽ പോരുക്കര ചാരിറ്റബിൾ ഫോറേജ് 2014 ഫുഡ് ഫെസ്റ്റ് നടന്നു. വിദ്യാർത്ഥികളിൽ സേവന മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ ഫോറേജ് 2014 ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഭക്ഷ്യ പ്രദർശന വിപണന മേളയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളുമാണ് എത്തിയത്. പാചക വിദഗ്ധനും TV അവതാരകനുമായ നൌഷാദ് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഉപ്പുമാങ്ങ, കപ്പ ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് റൈസ് തുടങ്ങി വിവിധതരം കേക്കുകൾ, ഐസ്ക്രീമുകൾ, നാവിൽ വെള്ളമൂറുന്ന രുചി വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ ഫോറേജ് പദ്ധതിക്കായി ഒരുക്കിയത്. മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് നിർധനനായ ഒരാൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് ഈ ഫുഡ് ഫെസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത്. മാനേജർ ഫാദർ പോൾ താമരശ്ശേരി, പ്രിൻസിപ്പൽ പോൾ മാങ്ങാട് എന്നിവർ സംസാരിച്ചു.
ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. പത്തനംതിട്ട ജില്ലയിലെ കാർഡുടമകൾക്ക് ഈ മാസം വിതരണം ചെയ്യുന്നതിന് 4524 മെട്രിക് ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചു. ഇതിൽ 4251 മെട്രിക് ടൺ അരിയും 273 മെട്രിക് ടൺ ഗോതമ്പും ഉൾപ്പെടും. ₹2 നിരക്കിൽ ഭക്ഷ്യധാന്യം ലഭിക്കാൻ അർഹതയുള്ള APL കാർഡുടമകൾക്ക് പരമാവധി 10 കിലോഗ്രാം അരിയും, ₹2 പദ്ധതിയിൽ ഉൾപ്പെടാത്ത APL കാർഡുടമകൾക്ക് ₹8.90 നിരക്കിൽ പരമാവധി 10 കിലോഗ്രാം അരിയും ലഭിക്കും. BPL കാർഡുടമകൾക്ക് ₹1 നിരക്കിൽ കാർഡൊന്നിന് 25 കിലോഗ്രാം അരിയും, ₹2 നിരക്കിൽ 5 കിലോഗ്രാം ഗോതമ്പും, AIY കാർഡുടമകൾക്ക് ₹1 നിരക്കിൽ കാർഡൊന്നിന് 35 കിലോഗ്രാം അരിയും, അന്നപൂർണ്ണ കാർഡുടമകൾക്ക് പ്രതിമാസം 10 കിലോഗ്രാം അരിയും സൗജന്യമായി ലഭിക്കും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. ₹250 മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർവാർത്തകളിലേക്ക്. കോട്ടയം ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുകയില വിരുദ്ധ സ്ക്വാഡ് പുകയില സംബന്ധിച്ച നിയമവിരുദ്ധ പരസ്യങ്ങൾ നീക്കം ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 79 പരസ്യങ്ങൾ, 109 പോസ്റ്ററുകൾ, 81 ബോർഡുകൾ, 125 സ്റ്റിക്കറുകൾ എന്നിവയാണ് നീക്കം ചെയ്തത്. കേന്ദ്ര പുകയില വിരുദ്ധ നിയമം 2003 ലംഘിച്ച 81 പേർക്ക് നോട്ടീസ് നൽകി. ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും 100 വാര ചുറ്റളവ് വരെ പുകയില രഹിതമാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായും സ്കൂളുകളിൽ സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നതിനും പുകയില നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ മാർച്ചിൽ പൂർത്തിയാകുമെന്നും DMO വ്യക്തമാക്കി.
ആലപ്പുഴ എക്സൈസ് ഡിവിഷനിലെ കണ്ടം ചെയ്ത വകുപ്പ് വാഹനവും അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ട് സർക്കാർ കണ്ടുകെട്ടി വിവിധ എക്സൈസ് ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനുകളിലും സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളും ലേലം ചെയ്യുന്നു. ജനുവരി 28-ന് പകൽ 11-ന് ആലപ്പുഴ എക്സൈസ് കോംപ്ലക്സുകളിലാണ് ലേലം. കൂടുതൽ വിവരം ബന്ധപ്പെട്ട എക്സൈസ് ഓഫീസുകളിൽ ലഭിക്കും. ആലപ്പുഴ ബൈപ്പാസിനായുള്ള ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി. കൊമ്മാടി മുതലുള്ള ഭാഗത്താണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ഒഴിപ്പിക്കൽ 3 ദിവസത്തിനകം പൂർത്തിയാകും. പോലീസിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ബൈപ്പാസിനായുള്ള ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപത്തെ കടകളും ഷെഡുകളുമാണ് പൊളിച്ചു നീക്കിയത്. ദേശീയപാത വിഭാഗം, പൊതുമരാമത്ത്, KSEB, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ, ജില്ലാ കളക്ടർ N. പത്മകുമാർ, സബ് കളക്ടർ ഗോകുൽ എന്നിവർ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകി. ജനുവരി 31 മുതൽ ഫെബ്രുവരി 9 വരെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും കിതാഡ്സും സംയുക്തമായി നടത്തുന്ന പൈതൃകോത്സവം 2014 പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നു. ജനുവരി 16-ന് മാന്നാർ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ PC വിഷ്ണുനാഥ് MLA അധ്യക്ഷം വഹിക്കും. സബ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർമാർ എന്നിവർ രാവിലെ 10-നും മറ്റംഗങ്ങൾ പകൽ 2-നും യോഗത്തിന് ഹാജരാകണം. മാന്നാർ നായർ സമാജം സ്കൂൾ ഗ്രൌണ്ടിലാണ് പൈതൃകോത്സവം നടക്കുക. കാരുണ്യത്തിന്റെ പുതിയ അധ്യായം തീർത്ത് തൃക്കൊടിത്താനം നിവാസികൾ. ഉണ്ണികൃഷ്ണന്റെ ചികിത്സയ്ക്കായി 5 മണിക്കൂർ കൊണ്ട് സമാഹരിച്ചത് 17 ലക്ഷം രൂപ. ഇരുവൃക്കകളും തകരാറിലായ തൃക്കൊടിത്താനം ലാഹയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചികിത്സയ്ക്കായിട്ടാണ് സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ചികിത്സാ സഹായ സമാഹരണം നടത്തിയത്. രാവിലെ 8:30 മുതൽ പഞ്ചായത്തിലെ 10 വാർഡുകളിലായി 1600ഓളം പ്രവർത്തകരാണ് സമാഹരണത്തിൽ പങ്കെടുത്തത്. ഡയാലിസിസിന് വിധേയനായി ജീവൻ നിലനിർത്തുന്ന ഉണ്ണികൃഷ്ണന്റെ ഓപ്പറേഷന് മാത്രം 10 ലക്ഷം രൂപയോളം ചിലവാകും. സഹോദരിയുടെ വൃക്കയാണ് ഉണ്ണികൃഷ്ണന് നൽകുന്നത്. ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയുടെ നേതൃത്വത്തിൽ CF തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം NC പ്രണി എന്നിവർ രക്ഷാധികാരികളായും, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സാബു, വൈസ് പ്രസിഡന്റ് N. രാജു, നീലകണ്ഠൻ പോറ്റി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ജനകീയ കൂട്ടായ്മയിലൂടെ ധനസഹായ സമാഹരണം നടത്തിയത്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് വേണ്ടി നടത്തുന്ന സംരംഭകത്വ വികസന പരിശീലനത്തിന് അപേക്ഷിക്കാം. 45-ൽ താഴെ പ്രായമുള്ളവർക്ക് മുൻഗണന. ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ജനുവരി 30-നകം പേര്, വിലാസം, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ഫോൺ നമ്പർ എന്നിവ സഹിതമുള്ള അപേക്ഷ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർക്കോ ബന്ധപ്പെട്ട താലൂക്ക് വ്യവസായ ഓഫീസർക്കോ ബ്ലോക്ക് നഗരസഭാ തലത്തിലുള്ള വ്യവസായ വികസന ഓഫീസർക്കോ സമർപ്പിക്കണം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ 24 മണിക്കൂറും CT സ്കാനിംഗിന് സൌകര്യം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർ N. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ തീരുമാനം. ഇതുവരെ രാത്രി സമയങ്ങളിൽ സ്കാനിംഗിന് പുറത്തേക്ക് എഴുതി നൽകുകയായിരുന്നു പതിവ്. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാലാണ് ജനുവരി 20 മുതൽ മുഴുവൻ സമയവും CT സ്കാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. സാധാരണക്കാരായ രോഗികൾക്ക് തീരുമാനം ഏറെ പ്രയോജനപ്രദമാണെന്നും ആശുപത്രിയുടെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ സമിതിയിൽ ചർച്ച ചെയ്ത് ഉടൻ തീരുമാനമെടുക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കാഷ്വാലിറ്റിയിൽ അടിയന്തരമായി വയറിംഗ് ജോലികൾ നടത്തുന്നതിന് 2 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റിക്കാരെ നിയമിക്കാനും ധാരണയായി. നിലവിലെ ഫാർമസി കൌണ്ടർ പഴയ ലെക്ചർ ഹാളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ആശുപത്രിയിലെ ഗേറ്റുകൾ പുതുക്കി നിർമ്മിക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്കായി സൌജന്യ ചികിത്സയും മരുന്നും നൽകുന്ന ആരോഗ്യകിരണം പരിപാടിക്ക് ആശുപത്രിയിൽ തുടക്കമായിട്ടുണ്ട്. ഇതുപ്രകാരം 1 ലക്ഷം രൂപയുടെ സഹായം വരെ പ്രാഥമികമായി ലഭിക്കും. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ശ്രീദേവി, MV ഹെൽത്താഫ് ഡോക്ടർ രാജേന്ദ്രകുമാർ, ഡോക്ടർ L. മനോജ്, G. സജീവ് ഭട്ട്, ജോയ്ക്കുട്ടി ജോസ്, സെസിൽ വർഗീസ്, K. സുധാകരൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക, സാമ്പത്തിക, ജാതി സെൻസസ് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിക്കും. ലിസ്റ്റ് സംബന്ധിച്ച ആക്ഷേപങ്ങളും പരാതികളും ഫെബ്രുവരി 4 വരെ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പൽ റവന്യൂ ഇൻസ്പെക്ടർമാരും സ്വീകരിക്കും. അതിനുശേഷം പരാതികൾ സ്വീകരിക്കുന്നതല്ല. രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ കൂട്ടമായി സമർപ്പിക്കുന്ന പരാതികളും സ്വീകരിക്കില്ല. പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ കൂടി ഹാജരാക്കണം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ കലാജാഥ യുവജാഗ്രത യാത്രയ്ക്ക് അടൂരിൽ തുടക്കമായി. യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ NC മനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B. ഷീജ അധ്യക്ഷത വഹിച്ചു. ശരത് S. നായർ, ദിലീപ്, ശ്രീരാജ്, ജയകൃഷ്ണൻ, വിനീത് എന്നിവർ പങ്കെടുത്തു. ജനുവരി 15 മുതൽ 19 വരെ കലാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സിനിമാ പ്രദർശനവും ലഘുലേഖ വിതരണവും, ജനുവരി 18 മുതൽ 22 വരെ ലഘുനാടകവും കലാജാഥയും യുവജനക്ഷേമ ബോർഡ് പത്തനംതിട്ട ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തും. ചെമ്പുംപുറം ശിവപുരം ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായി. ശ്രീഭദ്രകാളി ദേവി പ്രതിഷ്ഠയാണ് വ്യാഴാഴ്ച നടന്നത്. 9:15-നും 9:29-നും മധ്യേയാണ് സ്ഥപതി ആലപ്പുഴ കോമളപുരം JN S. ആചാര്യയുടെ മേൽനോട്ടത്തിൽ താന്ത്രിക ആചാരപ്രകാരം പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത്.
കാണിച്ചനെല്ലൂർ മണ്ണൂർ കുളങ്ങര ബ്രഹ്മമഠം ഗോപാലകൃഷ്ണാചാര്യാണ് പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗണപതി ഹോമത്തോടെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ആരംഭം കുറിച്ചത്. വരും ദിവസങ്ങളിൽ നാഗരാജ, നാഗയക്ഷി, യോഗീശ്വര പുനഃപ്രതിഷ്ഠകളും പരിഹാര കർമ്മങ്ങളും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് ഹരിക്കുട്ടൻ, സെക്രട്ടറി ഗിരീഷ്, ട്രഷറർ ഓമനക്കുട്ടൻ, രക്ഷാധികാരി പി.കെ. സോമൻ, രാജേഷ് കദളിക്കാട്, സനൽകുമാർ കോയിത്തര, സന്തോഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാട്ടർ കളർ പെയിന്റിംഗ് മത്സരം നടത്തുന്നു. ജനുവരി 22 പകൽ 2:30 ആലപ്പുഴ ജവഹർ ബാലഭവൻ ഹാളിലാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്കൂളിലെ ഐഡന്റിറ്റി കാർഡ്, സർട്ടിഫിക്കറ്റ് സഹിതം അന്ന് പകൽ 1:30 ഹാജരാകണം. സിവിൽ സ്റ്റേഷനിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിലും പേര് രജിസ്റ്റർ ചെയ്യാം. വരയ്ക്കാനുള്ള പേപ്പർ ഒഴികെയുള്ള പെയിന്റിംഗ് ഉപകരണങ്ങൾ കൊണ്ടുവരണം. വിജയികൾക്ക് ജനുവരി 25 സിവിൽ സ്റ്റേഷനിൽ ചേരുന്ന സമ്മേളനത്തിൽ ക്യാഷ് അവാർഡും മറ്റു സമ്മാനങ്ങളും നൽകും. അനധികൃത കയ്യേറ്റങ്ങൾ PWD ഒഴിപ്പിക്കുന്നു. രാമങ്കരി എടത്തുവ ഭാഗങ്ങൾ വ്യാഴാഴ്ച ഒഴിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച കളർകോട് മുതലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് കുമാർ അറിയിച്ചു. ചരമവാർത്തകൾ. മിത്രക്കരി ളായിക്കരി വേലിക്കകത്ത് ശൌര്യാർ മാത്യു നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2:30 മിത്രക്കരി സെന്റ് സേവേഴ്സ് ദേവാലയ സിമിത്തേരിയിൽ. കാവാലം കുന്നുമ്മ തിരുനിലത്ത് ലീലാമ നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10 ഇന്ത്യ ദൈവസഭ സിമിത്തേരിയിൽ. പള്ളിക്കുട്ടുമ്മ കളത്തിൽ പത്തിൽച്ചിറയിൽ ത്രേസ്യാമ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 പള്ളിക്കുട്ടമ്മ ഫാത്തിമാമാത ദേവാലയ സിമിത്തേരിയിൽ. വെളിയനാട് വാഴയിലായ ചോനിത്തറയിൽ റോസമ്മ തോമസ് നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 9 വെളിയനാട് സെന്റ് സേവേഴ്സ് ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃഷിയിൽ വലിയ പങ്ക് വഹിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് മന്ത്രി PJ ജോസഫ്. വാടകയ്ക്ക് വീട് നൽകിയവർ അനാവശ്യ പരാതികളുമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് മങ്കൊമ്പിലെ വീട്ടമ്മ. കുട്ടനാട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിവിധ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കടത്തുകടവും വഞ്ചിയും ഓർമ്മകളാകും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.